ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യൂട്യൂബിൽ വൈറലായിരിക്കുന്ന സ്നോ പുഡിംഗ് ആയിട്ടാണ്. അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ, ശരിയാവുമെന്ന് എനിക്കൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കുഴപ്പമുണ്ടായില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസിയാണ്. അതുപോലെ തന്നെ വെറും 2 ചേരുവകൾ മാത്രം മതി. മിക്കപ്പോഴും നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന 2 ചേരുവകൾ, മുട്ടയും പഞ്ചസാരയും മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിനായിട്ട് എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ അടികളുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ഇട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് തരാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യൽ ഫ്രീ ആണ്. അതോടൊപ്പം വരുന്ന ബെൽ ബട്ടനോടെയും ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്ത് എടുക്കണം. അതിനായിട്ട് ഞാൻ 1/4 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കമൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് കളർ ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കിതൊരു കയ്യിലുപയോഗിച്ചിട്ട് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ കരിഞ്ഞു പോവാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ട് കാരമലൈസ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഒരുപാട് കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കൊരു കയ്പ്പ് ടേസ്റ്റ് വരും. ഈ ഒരു ലൈറ്റ് കളറായിരിക്കും എപ്പോഴും നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇതുണ്ടാക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് അപ്പം തന്നെ മാറ്റിക്കൊള്ളണം. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെ ഇത് കട്ടയായിട്ട് പോകും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റീൽ പാത്രത്തിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റീൽ പാത്രത്തിൻ്റെ ഉൾഭാഗം ഫുള്ളായിട്ട് നമുക്ക് നന്നായിട്ട് ഇത് ചുറ്റിച്ചു കൊടുക്കണം. അപ്പോൾ അത് അപ്പം തന്നെ നമ്മൾ ചേർത്ത് കൊടുത്താലാണ് ഇത് നന്നായിട്ട് നമുക്കിങ്ങനെ ചുറ്റിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. 2 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. മുട്ടയുടെ വെള്ളയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ 2 മുട്ടയുടെ വെള്ളം ഞാൻ ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ്. ഈ മുട്ടയുടെ വെള്ളം നമുക്കൊരു വലിയ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് തന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മറ്റേ വിസ്ക് ഉപയോഗിച്ചിട്ടും ചെയ്യാവുന്നതാണ്. കുറച്ച് സമയം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/4 ഗ്ലാസ് പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. മൊത്തമായിട്ട് ആദ്യം ചേർക്കട്ടെ, കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് പതഞ്ഞ് ശരിക്കും നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ വിപ്പ് ചെയ്തെടുക്കണം ആ ഒരു പരുവം കേട്ടോ. ഇനി കുറേശ്ശെയായിട്ട് നമ്മൾ ആ 1/4 ഗ്ലാസ് പഞ്ചസാര എടുത്ത് വെച്ചിരിക്കുന്നത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അത് നമ്മുടെ മുട്ടയുടെ ഒരു ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ്, നല്ലതാണ് ചേർക്കുന്നത്. ഇനി നമ്മൾ ഈ പാത്രം ഇതുപോലെ കമഴ്ത്തി വെക്കുമ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സ് താഴോട്ട് ചാടരുത്. ഇതാണ് നമ്മുടെ ശരിക്കും മുട്ടയുടെ പരുവെന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് പുഡിംഗ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ആദ്യം നമ്മൾ കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് ലെവൽ ചെയ്യുക. അതിനുശേഷം കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഫുള്ളായിട്ട് ഇത് കവർ ചെയ്യരുത് കേട്ടോ. കാരണം നമ്മൾ സ്റ്റീം ചെയ്യുന്നതാണ്. അന്നേരം ഇത് പൊങ്ങും, നന്നായിട്ടൊന്ന് പൊങ്ങി വരും. ആ സമയത്ത് നമ്മുടെ മോടി ചാടിപ്പോകാൻ സാധ്യതയൊക്കെ ഉണ്ട്. അന്നേരം എനിക്കങ്ങനെ ഒരു മിസ്റ്റേക്ക് ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ വന്നു കേട്ടോ. കാരണം ഞാനിങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ട് വച്ചപ്പോൾ ഇത് പൊങ്ങിയിട്ട് നമ്മുടെ മൂടി ചാടിപ്പോയി. അന്നേരം കുറേ വെള്ളമൊക്കെ അതിലേക്ക് ചാടുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫുള്ളായിട്ട് കവർ ചെയ്യരുത്. ഒരു അര ഭാഗം അല്ലെങ്കിൽ 1/4 ഭാഗം അത്രയും നമ്മൾ കവർ ചെയ്ത് കൊടുത്താൽ മതി. 1/4 ഭാഗം വേണ്ട, അതിൻ്റെ താഴെയായിട്ട് കവർ ചെയ്താൽ മതി. പിന്നെ നമുക്കിത് സ്റ്റീം ചെയ്യണം. അപ്പോൾ ഞാൻ സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്കായി വെച്ച് കൊടുത്തേക്കുവാണ്. ഇനി ഞാനൊരു മൂടിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ മൂടിയാണ് ഞാൻ പറഞ്ഞത് അത് ഒരുപാടായി കഴിഞ്ഞാൽ പൊങ്ങുമെന്ന്. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ഒരുപാട് ടൈം വെക്കരുത്, ഇത് താന്ന് പോകും നമ്മുടെ പുഡിങ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനത് ഇത് വെന്തോന്ന് നോക്കണം. ആ ഒരു ഭാഗം എടുത്തത് വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഒരു സ്നോ മാതിരി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ, ഒരുപാട് ചേരുവകളും ആവശ്യമില്ല, അതുപോലെ തന്നെ ഈസിയാണ്. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ ഇത് ടേസ്റ്റി ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടല്ലോ, നല്ല പെർഫെക്ഷനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ ബൈ. താങ്ക് യു.